ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേറ്ററ്റ് എക്സാം, PSC എക്സാം ഇതിനൊക്കെ ചോദിക്കുന്ന കുറച്ച് മലയാളം ഗ്രാമർ വേർഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിലൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം കണ്ടില്ലേ? ചുവന്ന തൊപ്പി വെച്ച കോഴി, അടിവരയിട്ട പദം. അപ്പോൾ അടിവരയിട്ടിരിക്കുന്ന പദം ചുവന്ന എന്നുള്ളതാണ്. ഇത് എന്തിലാണ് വരുന്നത്? നാമവിശേഷണം, ഭേദക വിശേഷണം, ക്രിയാവിശേഷണം, വിനയച്ചം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഇത് കേറ്ററ്റിന് മുൻവർഷ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ, നമുക്കിനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എന്നിട്ട് ലാസ്റ്റ് ഈ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇത് വരുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭേദകം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഭേദകം എന്നാൽ എന്താണ്? ഭേദകം എന്നാൽ വിശേഷണം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എന്താ? മറ്റ് പദങ്ങളുടെ അർത്ഥത്തെ ഒന്നുകൂടി ഭേദിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? വിശേഷിപ്പിക്കുന്നത്. അതാണ് ഭേദകം. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള രണ്ട് ടേമുകളുണ്ട്. ഒന്ന് വിശേഷ്യം, പിന്നൊന്ന് വിശേഷണം. എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ്യം. എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷണം. ഉദാഹരണത്തിന് വെളുത്ത പൂവ്. ഇവിടെ നമ്മൾ എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പൂവിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പൂവ് എന്ന് പറയുന്നത് വിശേഷ്യവും, ഇനി അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വെളുത്ത പൂവ് എന്നാണ്, അല്ലേ? അപ്പോൾ വെളുപ്പ് എന്നുള്ളത് വിശേഷണവും ആണ്. മനസ്സിലായോ? വിശേഷണത്തെ മൂന്നായി തിരിക്കുന്നു: നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നാമവിശേഷണം അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. ഒരു നാമപദത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം. ഉദാഹരണം, ഭംഗിയുള്ള വീട്. ഇവിടെ വീട് എന്ന് പറയുന്നത് ഒരു നാമമല്ലേ? അപ്പോൾ ആ നാമത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഒരു വീട്. അപ്പോൾ അതിനെ എങ്ങനെ വിശേഷിപ്പിച്ചു? ഭംഗിയുള്ള വീട്. അപ്പോൾ ഭംഗിയുള്ള എന്ന് പറയുന്ന അവിടെ ഭേദകമാണ്. എന്ത് തരത്തിലുള്ള ഭേദകമാണ്? ഒരു നാമത്തെ വിശേഷിപ്പിച്ചത് കൊണ്ട് നാമവിശേഷണം. മിടുക്കനായ കുട്ടി, അല്ലേ? അപ്പോൾ കുട്ടി എന്ന് പറയുന്ന ഒരു നാമമാണ്, ഒരു നൗണാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? മിടുക്കൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? നാമവിശേഷണമാണ് വരുന്നത്. അടുത്തതാണ് ക്രിയാവിശേഷണം അഥവാ ആഡ്വർബ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്രിയാപദത്തെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം. ഉദാഹരണത്തിന് പതുക്കെ നടക്കുന്നു. ഇവിടെ നടക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലേ? നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്രിയയാണ്, വെർബാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പതുക്കെ നടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ പതുക്കെ ആയാലും വേഗത്തിലായാലും ആ നടക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യാണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം. അടുത്തതാണ് വിശേഷണ വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കുന്നതാണ് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം. ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ രാജ്യം. ഇവിടെ രാജ്യം എന്ന് പറയുന്ന വിശേഷ്യത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ചെറിയ രാജ്യം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് നാമവിശേഷണത്തിൽ വരും, അല്ലേ? ഇനിയോ ആ ചെറിയ രാജ്യത്തെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ചെറിയ രാജ്യം. അപ്പോൾ ഏറ്റവും എന്ന് പറയുമ്പോൾ ചെറിയ രാജ്യത്തെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിശേഷണ വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ഭേദകത്തിന് ചില ഉൾപ്പിരിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നോക്കാം. ഒന്നാമത്തെ ഉൾപ്പിരിവാണ് ശുദ്ധം. ഉദാഹരണം പറഞ്ഞ് നമുക്ക് പോവാം. ചെമ്മാനം, നറുനെയ്, വൻപയർ. ഇവിടെയൊക്കെ നാമപദങ്ങളോട് ചേർന്നു നിൽക്കുന്ന ഭേദകങ്ങളാണല്ലേ. അപ്പം വൻപയർ, വന്നായാലും ചെമ്മാനം, ചുമപ്പ് എന്നുള്ളതാണ് അല്ലേ വരുന്നത്. അതുപോലെ നറു, ഇതെല്ലാം നെയ്യോട് ചേർന്ന് നിൽക്കുന്ന നറു, ഇതെല്ലാം നാമപദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭേദകങ്ങളാണ്. അതുകൊണ്ട് ഇവയെ വിളിക്കുന്നതാണ് ശുദ്ധഭേദകം. അടുത്തതാണ് സാംഖ്യം. എന്നുവെച്ചാൽ ഒരു സംഖ്യ വിശേഷണമായി വരുന്ന ഭേദകമാണ് സാംഖ്യം.
ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. പഞ്ചലോഹം. പഞ്ച എന്ന് വെച്ചാൽ എന്താണ്? 5 അല്ലേ? അപ്പോൾ ഒരു സംഖ്യ ഇവിടെ എന്ത് ചെയ്യുന്നു? ലോഹത്തെ വിശേഷിപ്പിക്കുന്നു പഞ്ചലോഹം. അതുപോലെ ത്രിലോകം. ത്രി എന്ന് വെച്ചാൽ എന്താണ്? ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അല്ലേ? ത്രിലോകം. മുക്കണ്ണൻ, സപ്തർഷി, എട്ടുകാലി, ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ എന്തുകൊണ്ട്? എന്താണ് വിശേഷണമായി വന്നിരിക്കുന്നത്? സംഖ്യയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് സാഖ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പാരിമാണികം. പരിമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. അപ്പോൾ അളവിനെ സൂചിപ്പിക്കുന്ന ഭേദകമാണ് പാരിമാണിക ഭേദകം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നാഴിയരി, 1 മീറ്റർ തുണി, അങ്ങനെ നമ്മൾ അളവനുസരിച്ച് പറയുന്നതാണ് പാരിമാണികം. അടുത്തതാണ് നാമാങ്കജം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, പേരച്ചത്തിൻ്റെ വിശേഷണമായി നിൽക്കുന്ന ഭേദകം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. വെളുത്ത പശു, തിളങ്ങുന്ന നക്ഷത്രം, ഇവിടെയൊക്കെ എന്താണ്? നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ളതാണ് എന്താ? നാമാങ്കജം. അടുത്തത് ക്രിയാങ്കജം. ഒന്നുമില്ല, വിനയച്ചത്തിൻ്റെ വിശേഷണമായി നിൽക്കുന്ന ഭേദകമാണ് ക്രിയാങ്കജം. ഉദാഹരണം വേഗം വന്നു, ഉറക്കെ പറഞ്ഞു, ഇവിടെയൊക്കെ എന്താണ്? ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ? അതുകൊണ്ട് ക്രിയാങ്കജം. ഇനി അടുത്തതാണ് സാർവനാമികം. സർവനാമങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഭേദകമാണ് സർവനാമികം. സർവനാമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളാണ് സർവനാമം. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയും? അവൾ, അവൻ, അത്, ഇത്, ഇതെല്ലാം എന്താണ്? സർവനാമങ്ങളാണ്. അപ്പം സർവനാമങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് സാർവനാമികം. ഉദാഹരണം അവിടം, ഇവിടെ, അക്കാലം, ഇക്കാലം, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് സർവനാമികം എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, വിഭാവകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ്, ഏതെങ്കിലും ഒരു ഗുണത്തെ എടുത്തു കാണിക്കുന്ന ഭേദകമാണ് വിഭാവക ഭേദകം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ ആയ, ആയി എന്നിങ്ങനെയൊക്കെ ചേർക്കും. ഉദാഹരണത്തിന് മനോഹരമായി പാടി. അപ്പോൾ പാടി എന്ന് പറയുന്നത് ഇവിടെ ക്രിയയാണ്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ മനോഹരമായി, ആയി എന്ന് ചേർത്തു അല്ലേ? ഇനി മനോഹരമായ സന്ധ്യ. അപ്പം ഇവിടെ സന്ധ്യ എന്ന് പറയുന്നത് ഒരു നാമമാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മനോഹരം ആയ എന്ന് ചേർത്തു. അതുപോലെ ബുദ്ധിമാനായ കുട്ടി, അപ്പോൾ അവിടെയും ആയ എന്ന് ചേർത്തു. ഇനി ഇതായി തന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയാണ് ഭേദകം അല്ലെങ്കിൽ വിശേഷണം എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.